Welcome to Blessing Today. Blessing Today-ലേക്ക് സ്വാഗതം. I believe with all of my heart that the Lord is going to do something good in your life today. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. And how many of you know that our Lord Jesus is a unique person? നമ്മുടെ ദൈവം വളരെ വ്യത്യസ്തതകളുള്ള അല്ലെങ്കിൽ നിസ്തുല്യനായ ഒരു വ്യക്തിയാണ് എന്നുള്ളത് എത്ര പേർക്കറിയാം? There is nobody like him. അവനെ പോലെ ഒരുത്തൻ മറ്റാരുമില്ല. And we are going to think about the uniqueness of Christ today and a few more days. അതുകൊണ്ട് അവന്റെ നിസ്തുല്യതയെക്കുറിച്ചാണ് തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. All right, let's pray for the sponsors. നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ആദ്യത്തെ നമ്മുടെ സ്പോൺസർ തിരുമൂലപൂരത്തിൽ നിന്ന് ഒരു വെൽവിഷറാണ്. Thank you so much. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. മൂത്ത മകനും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇളയ മകന് എത്രയും വേഗം വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ സ്ഥലത്തിന്റെ വിൽപ്പന നടക്കുവാനും അങ്ങ് കൃപ ചെയ്യണമേ. അടുത്ത നമ്മുടെ സ്പോൺസർ കൊല്ലം ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്ന് കൃഷ്ണകുമാരിയാണ്. Thank you so much, കൃഷ്ണകുമാരി. കർത്താവെ, 2 മക്കളും അവരുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുവാനും മക്കൾക്ക് സാമ്പത്തിക വഴികൾ തുറക്കപ്പെടുവാനും ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൾ ഗൗരിക്ക് 10ാം ക്ലാസ്സിലെ എക്സാമിൽ ഉന്നത വിജയം ലഭിക്കുവാൻ കർത്താവെ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Amen. Thank you so much, all the sponsors. എല്ലാ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദി. Let us worship the Lord and we will come back to study from the word. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതിനുശേഷം ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും, വഴിയൊരുക്കും അവനാഴികളിൽ. വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. യേശു നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നവൻ, യേശു നമുക്ക് വേണ്ടി കരുതുന്ന നല്ല ദൈവമാണ്. നമുക്കൊരുമിച്ച് ചേർന്ന് പാടി ആ നല്ല ദൈവത്തെ സ്തുതിക്കാം. കരുതും അവൻ നല്ല ഓഹരി, കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. എൻ്റെ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വഴിയൊരുക്കും മകനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. കണ്ണുനീരവൻ തുടയ്ക്കും. എൻ്റെ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. അടുക്കിണലാരവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. ആഴിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയ
കണ്ണീരവൻ തുടയ്ക്കും. ആമേൻ. ഹല്ലേലൂയ. Jesus is a unique person. യേശു കർത്താവ് വളരെ വ്യത്യസ്തതയുള്ള നിസ്തുല്യനായ വ്യക്തിയാണ്. He is matchless and there is nobody like him. അവനെ പോലെ മറ്റാരും ഇല്ലാത്തതുപോലെ, ആരും സദൃശ്യന്മാരില്ലാത്തതുപോലെ വ്യക്തിത്വമാണ് യേശുവിനുള്ളത്. When we read Song of Songs chapter 5 and verse number 10, ഉത്തമഗീതത്തിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വചനത്തിലേക്ക് വന്നാൽ, my beloved is radiant and ruddy, outstanding among 10,000. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. That does not mean that he is better than 10,000 people. It's a phrase saying he is unique. 10,000 പേരിൽ മാത്രമേ അവൻ ശ്രേഷ്ഠനായിട്ടുള്ളൂ എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അവൻ നിസ്തുല്യനാണ് എന്നുള്ളതാണ്. So this is also about the Lord Jesus. ഇതും യേശു കർത്താവിനെ പരാമർശിച്ചിട്ടുള്ള ഒരു വേദവചനമാണ്. There is no person like him. അവനെ പോലെ മറ്റാരുമില്ല. Somebody said history is his story. ആരോ പറഞ്ഞു ഹിസ്റ്ററി, ചരിത്രം എന്ന് പറയുന്നത് ഹിസ് സ്റ്റോറി, അവന്റെ ചരിത്രമാണ്. Because even before Jesus was born into this world, it was his history, because he was manifesting in different ways, and later directly he came and he took the form of man and he was here. ഓർക്കുക, യേശു കർത്താവിന് മുന്നുള്ള ചരിത്രം എന്ന് പറയുമ്പോൾ അതൊരു ചരിത്രമായിട്ട് നിൽക്കുമ്പോൾ, യേശു കർത്താവ് ജനിച്ചതിന് ശേഷം അവൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച് തന്റെ പ്രവർത്തനങ്ങൾ അവൻ ചെയ്തിരിക്കുകയാണ്. Actually, God himself was paying a short visit of 33 years in this planet and he was going back. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ദൈവം ഒരു 33.5 വർഷം ഈ ഭൂമിയിലേക്ക് ഒരു കൊച്ചു സന്ദർശനം നടത്തി ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. When we study about the uniqueness of Christ, യേശുവിന്റെ നിസ്തുല്യതയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, minimum in 7 aspects there is uniqueness. തന്റെ നിസ്തുല്യതയുടെ 7 പ്രധാനമായിട്ടും 7 വശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. For example, he is unique in his birth. ഉദാഹരണമായിട്ട് തന്റെ ജനനത്തിൽ താൻ നിസ്തുല്യനായിരുന്നു. He is unique in his life. തന്റെ ജീവിതത്തിൽ താൻ നിസ്തുല്യനായിരുന്നു. He is unique in his message. തന്റെ സന്ദേശങ്ങളിൽ അവൻ നിസ്തുല്യനായിരുന്നു. He is unique in his mission. അവന്റെ ദൗത്യത്തിൽ അവൻ നിസ്തുല്യനാണ്. He is unique in the sufferings he went through. അവൻ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ കാര്യത്തിൽ അവൻ നിസ്തുല്യനാകുന്നു. He is unique in his death. അവന്റെ മരണത്തിലും അവൻ നിസ്തുല്യനാകുന്നു. And he is unique in his resurrection. അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ അവൻ നിസ്തുല്യനാകുന്നു. So in multifarious ways his personality is unique. ഇത്തരത്തിൽ ബഹു ഭാഗങ്ങളിലും നാം നോക്കുമ്പോൾ അവന്റെ നിസ്തുല്യത നമുക്ക് കാണാൻ സാധിക്കും. Today in this episode we are going to focus on his uniqueness in his birth. ഇന്ന് നാം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് അവന്റെ ജനനത്തിലുള്ള നിസ്തുല്യതയെക്കുറിച്ചാണ്. Galatians 4:4. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:4. But when the set time had fully come, God sent his son, born of a woman, born under the law, to redeem those under the law, that we might receive adoption to sonship. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. So here, when the time had fully come, God sent his son, born of a woman, not of a man, born of a woman. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ ഒരു പുരുഷനിൽ നിന്നല്ല ഒരു സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചു എന്നാണ് നാം ഇവിടെ വായിച്ചത്. This is because prophecy was there about his coming into the world through a woman. ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് ഒരു സ്ത്രീയിലൂടെ ആയിരിക്കും എന്നുള്ള മുൻകാല പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. Billions of people have been born into this planet. ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു ഭൂമണ്ഡലത്തിലേക്ക് പിറന്നു വീണിട്ടുണ്ട്. But only Jesus is coming to this world, being born into this world was completely different. എന്നാൽ യേശുവിന്റെ ജനനം മാത്രമാണ് ഈ ഭൂമണ്ഡലത്തിൽ ഏറ്റവും വ്യത്യസ്തമായി നടന്നിട്ടുള്ള ഒരു ജനനം. Because it says when the time had fully come, that means the whole human race was waiting around 4,000 years
to receive the Savior. കാലസമ്പൂർണത വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആയിരക്കണക്കിന് വർഷങ്ങൾ ആളുകൾ ഇവന് വേണ്ടി മശിഹയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ഒടുവിൽ ദൈവത്തിൻ്റെ സമയത്ത് അവൻ ഈ ഭൂമിയിൽ വന്നു ചേർന്നിരിക്കുകയാണ്. From the time of Adam, the first man, there was prophecy about the coming Messiah. ആദ്യ മനുഷ്യനായിരുന്ന ആദമിന്റെ കാലം മുതൽ മശിഹായെ കുറിച്ചുള്ള പ്രവചനം ഉണ്ട്. In fact, 4,000 years of prophecy. ചുരുക്കി പറഞ്ഞാൽ 4000 വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രവചനങ്ങൾ. And the whole history of man and the whole earth and the whole universe was actually preparing to receive the Son of God. മനുഷ്യന്റെ ചരിത്രം അപ്പാടെ, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സകലതും ഭൂമിശാസ്ത്രപരമായതും എല്ലാം അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. Politically, everything was being set. രാഷ്ട്രീയപരമായി എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് യോജിച്ചു വന്നു. Because it was the rise of Roman Empire. ആ കാലഘട്ടം എന്നുള്ളത് റോമൻ സാമ്രാജ്യത്തിന്റെ ആവിർഭാവത്തിന്റെ സമയമായിരുന്നു. And some other countries also came into existence. മറ്റ് ചില രാജ്യങ്ങൾ കൂടെ ആ കാര്യത്തിൽ ഉടലെടുത്തു. And that way the world was ready. അത്തരത്തിൽ ലോകം അവനെ സ്വീകരിക്കാൻ തയ്യാറായി. There was a linguistic preparation. അതുപോലെ തന്നെ ഭാഷയുടെ മേലും ഇത്തരത്തിലുള്ള ഒരുക്കങ്ങൾ ഉണ്ടായി. There was Greek language coming everywhere. എല്ലായിടത്തും ഗ്രീക്ക് ഭാഷ ആ സമയത്ത് കടന്നു വന്നു. And Aramaic language. അതുപോലെ അരമായിക് എന്ന് പറയുന്ന ഭാഷയും, and Hebrew language, അതുപോലെ തന്നെ എബ്രായ ഭാഷ, and the civilization was set ready. അതുപോലെ തന്നെ സംസ്കാരവും അതിനനുസരിച്ച് തയ്യാറായി. The civilization of man was mature enough to receive the Son of Man. ഈ ദൈവപുത്രനെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ മനുഷ്യന്റെ സംസ്കാരം അത്തരത്തിൽ ഒരുങ്ങിയിരുന്ന സമയമായിരുന്നു. And geographically the earth was prepared. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായും ഭൂമി ഒരുക്കപ്പെട്ടു. Because of the Roman invasion, a lot of new roads came to Palestine and Jerusalem. റോമക്കാരുടെ അധിനിവേശ നിമിത്തമായിട്ട് ധാരാളം റോഡുകൾ പാലസ്തീനിലേക്ക് വന്നു ചേർന്നു. And it also led the coming of the wise men, the magi from the east, because roads were cut. ഇവിടെ വിദ്വാൻമാർ, കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർക്ക് കടന്നു വരുവാൻ സാധിച്ചതുപോലും ഈ റോഡുകളെല്ലാം വളരെ വളരെ നേരത്തെ തന്നെ തയ്യാറായിരുന്നത് കൊണ്ടാണ്. And astronomically everything was set. ജ്യോതിശാസ്ത്രപരമായും സകല കാര്യങ്ങളും ഒരുങ്ങിയിരുന്നു. Because all the planets, the satellites, the stars and the clusters, everything was coming into a special alignment. എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ക്ഷീരപഥവും എല്ലാം തന്നെ ശരിയായ സ്ഥാനത്ത്, പ്രത്യേക സ്ഥാനത്ത് അത് നിലയുറപ്പിച്ചു. That's why even the magi saw his star up above. അതുകൊണ്ടാണ് കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ അവന്റെ നക്ഷത്രം കണ്ടത്. And spiritually the world was prepared. ആത്മീകമായിട്ടും ലോകം തയ്യാറായിരുന്നു. Prior to Jesus' coming, there was a 4,000 years of dark period. യേശു കർത്താവിന്റെ ജനനത്തിന് മുന്നേ ഏതാണ്ട് 400 വർഷത്തെ ഒരു അന്ധകാര കാലയളവുണ്ടായിരുന്നു. No word, no prophecy, no revelation. അന്ന് വചനങ്ങളില്ലായിരുന്നു, പ്രവചനമില്ലായിരുന്നു, വെളിപ്പാടുകളും ഇല്ലാതിരുന്ന കാലഘട്ടം. God anointed John the Baptist first. എന്നാൽ യോഹന്നാൻ സ്നാപകനെ ദൈവം ആദ്യം അഭിഷേകം ചെയ്തു. And he came and prepared the way. അവൻ വന്ന് ആ യേശുവിന് വേണ്ടി വഴിയൊരുക്കി. And in him the spirit of Elijah came. അവന്റെ മേൽ ഏലിയാവിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. And roads were cut into the hearts of people. മനുഷ്യരുടെ ഹൃദയത്തിലേക്കുള്ള പെരുവഴികൾ അവൻ അതു നിമിത്തമായി ഒരുക്കി. And he prepared the way for the Lord. കർത്താവിന് വേണ്ടിയിട്ട് അവൻ വഴിയൊരുക്കി. What am I saying? Everything in every way was set ready by God the Father so that God the Son can be born into this world. എല്ലാ വിധത്തിലും എല്ലാ കാര്യത്തിലും സ്വർഗീയ പിതാവ് സകല കാര്യങ്ങളും ഒരുക്കിയിരുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ ദൈവപുത്രനായ വ്യക്തി മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് ഉടലെടുക്കാൻ വേണ്ടിയിട്ട്. And I think around 300 Old Testament prophecies were there about the coming of the Son of God. ഏതാണ്ട് 300ഓളം പ്രവചനങ്ങൾ യേശു കർത്താവ് മശിഹായി വരുന്നു എന്നതിനെ കുറിച്ചുണ്ട്. And somebody calculated the probability of all these old prophecies to be fulfilled in one single man. ഇത്രയധികം പ്രവചനങ്ങൾ ഒരു മനുഷ്യനിൽ നിറവേറുന്നതിനെ കുറിച്ചുള്ള സാധ്യതകളെ കുറിച്ച് ഒരു വ്യക്തി പഠിച്ചു. And this is the example he gave us. അതിനുവേണ്ടി അദ്ദേഹം നൽകിയ ഉദാഹരണം ഇതാണ്. You can spread
1 rupee coin in 6-inch thickness all of the length of this Indian peninsula. ഒരു രൂപയുടെ നാണയം ഏതാണ്ട് 6 ഇഞ്ച് കനത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മുഴുവൻ നിരത്തി വെക്കുകയാണെങ്കിൽ, and send a man blindfolded to find out one single marked coin from among these billions of coins. ഈ ദശലക്ഷക്കണക്കിന് ഈ നാണയത്തുട്ടുകളുടെ ഇടയിൽ പ്രത്യേകമായി മാർക്ക് ചെയ്തിരുന്ന ഒരു കോയിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ കണ്ണ് പൂട്ടി അയച്ചു കഴിഞ്ഞാൽ, and that possibility is the possibility of fulfilling 300 prophecies that was uttered in different centuries to be fulfilled on one single man. അതിനുള്ള സാധ്യത എത്രത്തോളമുണ്ടോ അത്രയും സാധ്യതയാണ് 300ഓളം വരുന്ന പ്രവചനങ്ങൾ ഒരു വ്യക്തിയിൽ നിറവേറുവാനായിട്ടുള്ളത്. But in Jesus' case, all the promises, all the prophecies were fulfilled in his life, death, resurrection, etc. എന്നാൽ യേശുവിന്റെ കാര്യത്തിൽ തന്റെ ജനനം, തന്റെ ജീവിതം, തന്റെ മരണം, തന്റെ അടക്കം, ഇതിലെല്ലാറ്റിലും ഈ പ്രവചനങ്ങളെല്ലാം പൂർത്തിയായി. Now, Jesus' birth was so unique because his conception in his mother's womb was supernatural, not natural. യേശു കർത്താവിന്റെ ജനനം നിസ്തുല്യമാണ് എന്ന് പറയാൻ കാരണം അവന്റെ അമ്മയുടെ ഉദരത്തിലുള്ള അവന്റെ ഗർഭധാരണം തന്നെ അത് സ്വാഭാവികമായിട്ടുള്ളതായിരുന്നില്ല, അസ്വാഭാവികമായ ദൈവികമായിട്ടുള്ളതായിരുന്നു. Somebody asked, what was Jesus' blood group? എന്താണ് യേശു കർത്താവിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ആലോചിച്ചു. A positive, O positive, AB negative, what? A പോസിറ്റീവ്, AB നെഗറ്റീവ്, O പോസിറ്റീവ് ഏതാണ്? I will show you the blood group of Jesus. യേശുവിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. Read 1 Peter chapter 1 verse number 19. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വചനം. It says the precious blood of Jesus. അവിടെ നാം കാണുന്നത് വിലയേറിയ യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം എന്ന് പറയുന്ന വാക്കാണ്. It is not common blood. ഇതൊരു സാധാരണ രക്തമല്ല. It is not A, B, O, etc. It is a supernatural group. It is precious. ഇത് ഒരു സാധാരണ എ ബി അല്ലെങ്കിൽ ഡി എ ബി തുടങ്ങിയുള്ള രക്തമല്ല, ഇതൊരു അസ്വാഭാവികമായിട്ടുള്ള അസാധാരണ ഗ്രൂപ്പിൽപ്പെട്ട ഒരു രക്തമായിരുന്നു. Hallelujah. Hallelujah. That is why man's redemption was possible not by silver or gold but by the precious blood of the Lamb. അതുകൊണ്ടാണ് മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് വെള്ളിയാലും പൊന്നാലും അല്ല, മറിച്ച് കുഞ്ഞാടിന്റെ വിലയേറിയ ആ രക്തത്താൽ സംഭവിച്ചിരിക്കുന്നത്. Okay, now Jesus' birth was unique also because of his virgin birth. യേശു കർത്താവിന്റെ ജനനം നിസ്തുല്യമായിരിക്കുന്നത് തന്റെ കന്യകാ ജനന നിമിത്തം കൂടിയാണ്. Nowhere in the world a virgin was found with child without a physical union with a man. ലോകമെമ്പാടും മനുഷ്യനെ അറിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ പുരുഷനെ അറിയാതെ പുരുഷനുമായ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്ത്രീക്ക് ഒരു കന്യകയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചതിനെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല. It was supernatural. അത് അസാധാരണമായ ഒന്നാണ്. This is why in 1 Timothy chapter 3 and verse number 16 Paul says, ഇവിടെയാണ് 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പൗലോസ് പറയുന്നത്, beyond all question the mystery of godliness is great. He appeared in a body, was vindicated by the Spirit, was seen by the angels, was preached among the nations, was believed on in the world, was taken up in glory. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു. So many people do not understand this mystery. This is a mystery. ഒത്തിരി ആളുകൾക്കും ഈ ഒരു രഹസ്യത്തെ അവർക്കറിവില്ല. This is the mystery of godliness. ഇത് ദൈവികതയുടെ ഒരു മർമ്മമാണ്, രഹസ്യമാണ്. Because he appeared in a body. കാരണം അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. God appeared in a body, human body. ദൈവം ഒരു മനുഷ്യ ജഡത്തിൽ അവതരിച്ചിരിക്കുകയാണ്. Even from Genesis 3:15, God said, I'm going to send the Savior
through a woman. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനത്തിൽ സ്ത്രീയുടെ സന്തതിയായി യേശു ജനിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. This is because sin came into this world through a woman. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലേക്ക് പാപം കടന്നു വന്നത് ഒരു സ്ത്രീയിലൂടെയായിരുന്നു. And God in his wisdom appointed that the Savior also should come into this world through a woman, not a man. അതുകൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം ഈ ഭൂമിയിലേക്ക് ഒരു രക്ഷകനെ അയക്കുവാൻ തീരുമാനിച്ചപ്പോൾ അതും ഒരു സ്ത്രീയിലൂടെ, പുരുഷനിലൂടെയല്ല, ഒരു സ്ത്രീയിലൂടെ പുറത്തു വരണം എന്നവൻ ആഗ്രഹിച്ചു. And this is why God solved that problem through virgin birth. അങ്ങനെ കന്യകാ ജനനത്തിലൂടെ ഈ ഒരു പ്രശ്നത്തിന് ദൈവം പരിഹാരം നൽകി. Isaiah 7:14. യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം 17-ാം The വചനം. virgin will conceive and give birth to a son. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. Matthew 1 and verse number 18. മത്തായിയുടെ സുവിശേഷം 1:18. Mary was found with child through the Holy Spirit. മറിയ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു. Luke 1:35. ലൂക്കോസിന്റെ സുവിശേഷം 1:35. The power of the Holy Spirit, the power of the Most High came upon this virgin. അത്യുന്നതന്റെ ശക്തി ഈ കന്യകയുടെ മേൽ നിഴലിട്ടു. Philippians 2:7. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:7. He took away God's likeness and he took up human likeness. അവൻ ദൈവത്തിന്റെ സ്വരൂപം വിട്ടിട്ട് അവൻ മനുഷ്യന്റെ രൂപം ഏറ്റെടുത്തു. Hebrews 10 and verse number 5. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 5-ാമത്തെ God വചനം. had specially prepared a body for him. ദൈവം അവന് വേണ്ടി ഒരു പ്രത്യേക ശരീരത്തെ ഒരുക്കിയിരുന്നു. Hallelujah. ഹല്ലേലൂയ. Now, what was the speciality of Jesus' body? യേശുവിന്റെ ശരീരത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? It was a natural body, natural human body just like ours. നമ്മെ പോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള സാധാരണയായിട്ടുള്ള ഒരു ശരീരമായിരുന്നു അത്. He had head, brain, hair, eye, nose, everything. അവന് തലയുണ്ടായിരുന്നു, കണ്ണുകളുണ്ടായിരുന്നു, തലച്ചോറുണ്ടായിരുന്നു, എല്ലാം നമ്മെ പോലെ തന്നെ ഉണ്ടായിരുന്നു. All the organs that we have, Jesus also had because he was a complete man. നമുക്കുള്ളത് പോലെ തന്നെ എല്ലാ അവയവങ്ങളും അവനും ഉണ്ടായിരുന്നു, കാരണം അവൻ ശരീരത്തിൽ പൂർണ്ണനായിരുന്നു. Romans chapter 1 verse number 3. റോമർക്ക് ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം. It is regarding the son, his son who was to his earthly life was a descendant of David. എന്നാൽ അവന്റെ പുത്രത്വത്തിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ അവന്റെ ഭൂമിയിലുള്ള ജീവിതം ദാവീദിന്റെ ഒരു സന്തതിയായിട്ട് ജനിച്ചിരിക്കുന്നു, പിൻതലമുറക്കാരനായിട്ട് ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. That is why he is a Jew. അതുകൊണ്ടാണ് അവനൊരു യഹൂദനായത്. Jesus was a Jew. യേശു ഒരു യഹൂദനായിരുന്നു. John chapter 4 and verse number 6. ഇനിയിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 6-ാമത്തെ വചനം. He was tired. അവൻ ക്ഷീണിച്ചു. That means he was physically tired just like we are. നമ്മെ പോലെ തന്നെ അവൻ ശാരീരികമായി ക്ഷീണിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. Matthew chapter 4 verse number 2. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 2-ാമത്തെ വചനം. He was hungry. അവൻ വിശന്നു. John 19 verse number 28. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വചനം. He was thirsty. അവൻ ദാഹിച്ചു. Matthew 8:24. മത്തായിയുടെ സുവിശേഷം 8:24. He slept. അവൻ ഉറങ്ങി. He did all human things. മനുഷ്യർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു. Many people think that he was not a full man. ഒത്തിരി ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് അവൻ മനുഷ്യത്വത്തിൽ അവൻ പൂർണ്ണനായിരുന്നില്ല എന്നുള്ളതാണ്. He was a full man. അവൻ മനുഷ്യത്വത്തിൽ പൂർണ്ണനായിരുന്നു. And he was eternally full God. അപ്പോൾ തന്നെ നിത്യതയിൽ അവൻ പൂർണ്ണ ദൈവമാണ്. He is our God. അവൻ നമ്മുടെ ദൈവമാണ്. Hallelujah. Hallelujah. And I am so happy that God became man. ദൈവം മനുഷ്യനായി തീർന്നു എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. And in a very unique way. കാരണം അതും വളരെ നിസ്തുല്യമായ കാര്യമാണ്. So whenever I have a problem, he can understand. അതുകൊണ്ട് എനിക്ക് എപ്പോഴൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാലും അവൻ എന്നെ മനസ്സിലാക്കാൻ സാധിക്കും. Because Jesus had tasted human life. കാരണം മനുഷ്യ ജീവിതം എന്താണ് എന്നുള്ളത് അവൻ നന്നായി രുചിച്ചറിഞ്ഞവനാണ്. So right now, brother, sister, whatever your problem is, just directly speak to him. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും നേരിട്ട് അവനോട് സംസാരിക്കുക. He understands you very well. അവന് നിങ്ങളെ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. I want to say it again. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. Because many people, they have complained to me, brother, there is nobody who understands me. ഒത്തിരി ആളുകളും എൻ്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്, ബ്രദർ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന്. Nobody understands me, brother. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. But Jesus understands you, brother, sister. എന്നാൽ സഹോദരന്മാരെ സഹോദരിമാരെ യേശു നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. Because he lived here in human body. കാരണം ഈ ഭൂമിയിൽ അവൻ മനുഷ്യ രൂപത്തിലാണ് ജീവിച്ചത്. Shall we thank the Lord? നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം.
കർത്താവ്. So he is unique in his birth. അവന്റെ ജനനത്തിൽ അവൻ നിസ്തുല്യനായിരുന്നു. Not like we were born into this world, that Jesus was born into this world. നാം ജനിച്ചതുപോലെ അല്ലായിരുന്നു യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചു വീണത്. And this is because he should have a sinless body. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവന് പാപരഹിതമായ ഒരു ശരീരം ഉണ്ടാകേണ്ടതിന് വേണ്ടിയായിരുന്നു. So that he could become a sinless offering for us. അങ്ങനെ അവൻ പാപമില്ലാത്ത ഒരു യാഗമായിട്ട് തീരുവാനായി സാധിച്ചു. Hallelujah. ഹല്ലേലൂയ. Shall we pray together? നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. Stretch forth your hands. നിങ്ങളുടെ കൈകൾ നീട്ടിയാലും. Father Lord, I bless your children. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ മക്കളെ ഞാൻ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. Migraine headaches be healed in Jesus' name. എല്ലാ മൈഗ്രെയിൻ തലവേദനകൾ ഇപ്പോൾ Some മാറിപ്പോകട്ടെ. people have some problem with the saliva, ചില ആളുകൾക്ക് ഉമിനീരിന്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. and the Lord is healing you right now. ഇപ്പോൾ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയ Brain tumor be healed in Jesus' ബ്രെയിൻ name. ട്യൂമർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. Thyroid related problems be healed in Jesus' name. തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Some people, you have solidified sorrows inside of you, and the Lord is liquidifying it, and He's taking that sorrows from out of you. അതുപോലെ തന്നെ ചില ആളുകളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ വല്ലാത്ത വേദനകൾ ഘനീഭവിച്ചിരിക്കുന്നത് പോലെയുണ്ട്. എന്നാൽ ഇന്ന് ഇപ്പോൾ കർത്താവ് ആ വേദനകളെല്ലാം സോഫ്റ്റൻ ചെയ്ത് പുറത്തേക്ക് മാറ്റുകയാണ്. And some people have you are hearing some whistling sound inside. അത് മാത്രമല്ല, ഒരു വിസിലിന്റെ സൗണ്ട് പോലെ ഒന്ന് നിങ്ങളുടെ അകത്ത് നിന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ട്. And the Lord Jesus is stopping it right now. ഇപ്പോൾ കർത്താവ് അതിനെ നിർത്തലാക്കുകയാണ്. Breast cancer be healed in Jesus' name. ബ്രസ്റ്റ് ക്യാൻസർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Hallelujah. Thank you for healing your people, Father. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ ജനത്തെ അങ്ങ് You സൗഖ്യമാക്കിയതിനായി can നന്ദി. receive any solution to any deliverance. Just believe the Lord Jesus and receive it. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട ഏത് ഒരു വിടുതലും നിങ്ങൾക്ക് ഈ സമയത്ത് കർത്താവായ യേശുവിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കും. Thank you, Lord, for blessing your people. അങ്ങയുടെ ജനത്തെ അങ്ങ് അനുഗ്രഹിച്ചതിനായി In നന്ദി. Jesus' name. യേശുവിന്റെ നാമത്തിൽ Amen. ആമേൻ. Thank you so much for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. If you think you are blessed, you can also sponsor some of these episodes so that we can spread the good news all over the world. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ സാധിക്കും. അതിലൂടെ അനേകായിരങ്ങൾക്ക് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരാൻ. And you can go ahead and search in Amazon for Blessing Today books. You can get hold of the books and read. നിങ്ങൾക്ക് ബ്ലെസ്സിംഗ് ടുഡേയുടെ ബുക്സുകളെല്ലാം ആമസോണിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് കൈവശമാക്കി വായിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. God bless you all. See you tomorrow and bye-bye. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ. കണ്ണുനീരവൻ തുടയ്ക്കും. എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. അടിപ്പിണരാരവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. എനിക്കായി കരുതും അവൻ നല്ലയോഹരി, എനിക്കായി കരുതും അവൻ നല്ലയോഹരി. എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ആമേൻ. ഹല്ലേലൂയ.